നമസ്കാരം. പുതിയ തുടക്കങ്ങളുമായി മെയ് മാസം വന്നെത്തിയിരിക്കുകയാണ്. എല്ലാവരും പ്രതീക്ഷയോടെ നോക്കി കാണുന്ന മെയ് മാസം ചില ആളുകൾക്ക് പ്രത്യേകിച്ചും ഗുണകരമായി തീരാം. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും അനുകൂല സ്ഥാനം ഈ രാശിക്കാർക്ക് ഇന്നേ ദിവസം കൂടുതൽ അനുകൂലമായി തീരുന്നതിന് കാരണമായി തീരും. ഇടവം രാശിയിലെ വ്യാഴം ശുക്രനൊപ്പം ഇന്ന് രാശി പരിവർത്തന യോഗം സൃഷ്ടിക്കുന്നതുമാണ്. ഇന്നത്തെ ദിവസം വ്യാഴത്തിന്റെ സ്വാധീനത്തിലുള്ള ദിവസമാണ്. മാത്രമല്ല ഇന്ന് സുകർമ്മയോഗം, സർവാർത്ഥസിദ്ധി യോഗം, രവിയോഗം എന്നിവയും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. മകീരമാണ് ഇന്നത്തെ നക്ഷത്രം. കൂടാതെ മിഥുനം രാശിയിലേക്കുള്ള ചന്ദ്രന്റെ സംക്രമണം അവസരങ്ങളുടെ ഒരു ദിവസത്തിനാണ് കളമൊരുക്കുക. ഇന്നേ ദിവസം ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാർ അഥവാ ആ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃ ശിവായ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും പ്രതീക്ഷ നൽകുന്നതായ ഒരു സമയമായി തന്നെ പരാമർശിക്കാം. സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകളുണ്ട്. അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. സാമ്പത്തിക വിജയങ്ങൾ വന്നു ചേരാവുന്നതായ സമയമാണ്. പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ, വിപുലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമാണ് സമയം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്ന നിരവധിയാർന്ന കാര്യങ്ങൾ സംഭവിക്കാം. അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിൽ ഇവരുടെ സ്വീകാര്യത വർദ്ധിക്കുന്നതാണ്. വ്യക്തിപരമായ പല ബന്ധങ്ങളും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. കൂടാതെ കുട്ടികളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ, സന്തോഷം നൽകുന്നതായ കാര്യങ്ങൾ കൂടുതൽ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ ദിവസമാണ്. പല കാര്യങ്ങളിലും അത് പ്രകടമാകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഇന്നേ ദിവസം പല കാര്യങ്ങളും പ്രധാനമായും നടക്കില്ല എന്ന് വിചാരിച്ച അല്ലെങ്കിൽ ഉറപ്പിച്ചതായ ചില കാര്യങ്ങൾ, ഇന്നേ ദിവസം നടക്കില്ല എന്ന് ഉറപ്പിച്ചതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാക്കുന്നു. ഇത്തരത്തിൽ പ്രതികൂലമാകുന്ന കാര്യങ്ങൾ പോലും അനുകൂലമായി തീരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. ഇന്നേ ദിവസം പൊതുവിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം ആദ്യകാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പരിശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കഠിനാധ്വാനം, സമ്പത്ത്, അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതായത് കഠിനാധ്വാനത്താൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടുവാനുള്ള സാധ്യതകൾ വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ബഹുമാനം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആരോഗ്യപരമായ കാര്യങ്ങളും അനുകൂലമായി തീരാം. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യത്തിന്റെ സൂചനയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. കുറഞ്ഞ പരിശ്രമത്തിലൂടെ തന്നെ ഇവർക്ക് പരമാവധി ലാഭം നേടുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ ബിസിനസ് പരമായോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ജീവിതത്തിൽ വന്നു ചേരാം. കൂടാതെ മറ്റ് വ്യക്തികൾ മൂലം നിങ്ങൾക്ക് വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ ഇന്നേ ദിവസം ജീവിതത്തിൽ വന്നു ചേരാം. ശുഭകരമായ വാർത്തകൾ, ബിസിനസ് പരമായ ലാഭങ്ങൾ, കൂടാതെ ആഗ്രഹിച്ചതായ ഫലങ്ങൾ, അംഗീകാരം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കുടുംബത്തിൽ നിന്നും പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും.
അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. അതിനാൽ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ അത് പ്രകടമാകും എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. കുടുംബജീവിതത്തിൽ സന്തോഷം, സമാധാനം ഇന്നേ ദിവസം കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ചില വ്യക്തികൾ മൂലമുള്ള തർക്കങ്ങൾ അത് പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്നേ ദിവസം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന ദിവസമാണ്. ശുഭവാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സമയമാണ്. ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായ സമയമാണ്. പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കും. പങ്കാളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സിദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ ജോലിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതായ കർമ്മവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതായ സമയമാണ്. വ്യക്തിബന്ധങ്ങളും കൂടുതൽ സഹായകരമായി തീരാവുന്ന ദിവസം കൂടിയാണ് ഇന്ന്. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ അത് പ്രകടമായി തീരുക തന്നെ ചെയ്യും. പലവിധ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള ദിവസമാകുന്നു. പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സമയമാണ്. പല വിധത്തിലും ലാഭം വന്നു ചേരുകയും കൂടാതെ ഈ സമയം മനസ്സിൽ അനുഭവിക്കുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകളും ഇന്നേ ദിവസം കൂടുതലാകുന്നു. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിപരമായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാം. ബുദ്ധിപരവും തന്ത്രപരവുമായ കാര്യങ്ങൾ അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന സമയമാണ്. കൂടാതെ ബിസിനസ് പരമായ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ഭാഗ്യം അനുകൂലമായി തീരുന്ന സമയമാണ്. കലാപരമായ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. കൂടാതെ മുൻകാല നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, ബിസിനസ് പരമായ ലാഭം തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. മികച്ച വരുമാനം ലഭിക്കുന്നതായ സമയമാണ്. കുടുംബത്തിലെ പലവിധ തർക്കങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന സമയമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കുന്നതായ സാഹചര്യം, ചില വ്യക്തികളുടെ പിന്തുണ ലഭിക്കുക അല്ലെങ്കിൽ സഹായങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ശുഭവാർത്തകൾ, ഒന്നിൽ കൂടുതൽ ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതയും പൊതുവിൽ കൂടുതലാകുന്നു. ഇന്നേ ദിവസം നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എങ്കിലും ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാകുന്നു.